മാർച്ച് 7 രക്തസാക്ഷികളായ വിശുദ്ധ പെർപെറ്റുവയും വിശുദ്ധ ഫെലിസിറ്റിയും. പ്രോ ലൈഫ് ഫെമിനിസ്റ്റ് ഐക്കണുകളെന്ന് നമുക്ക് ഈ വിശുദ്ധ സ്ത്രീകളെ വിശേഷിപ്പിക്കാം. ചെറുപ്പക്കാരിയും സുന്ദരിയും വിദ്യാസമ്പന്നയും വടക്കേ ആഫ്രിക്കയിലെ കാർത്തേജിലെ, ഇന്ന് ടുണീഷ്യ, ഒരു കുലീന സ്ത്രീയും ഒരു കുഞ്ഞിൻ്റെ അമ്മയും സെപ്റ്റിമിയസ് സെവേറസ് ചക്രവർത്തിയുടെ ക്രിസ്ത്യാനികളുടെ പീഡനത്തിൻ്റെ ചരിത്രകാരിയുമായ പെർപെറ്റുവ എഴുതുന്നു: എൻ്റെ പിതാവ് എന്നോടുള്ള വാത്സല്യത്തിൽ എന്നെ എൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് വാദപ്രതിവാദങ്ങളിലൂടെ പിന്തിരിപ്പിക്കുവാനും അങ്ങനെ എൻ്റെ വിശ്വാസത്തെ ദുർബലപ്പെടുത്തുവാനും ശ്രമിച്ചപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ ഈ പാത്രം വെള്ളമൊഴിക്കുന്ന ജഗ്ഗായിട്ടല്ലാതെ മറ്റെന്തെങ്കിലുമായി കാണുന്നുണ്ടോ? മറ്റെന്തെങ്കിലും പേരിൽ ഇതിനെ വിളിക്കാമോ? ഇല്ല, പിതാവ് മറുപടി പറഞ്ഞു. അതുപോലെ ഞാനൊരു ക്രിസ്ത്യാനിയല്ലാതെ മറ്റൊരു പേരിൽ എന്നെ വിളിക്കാൻ എനിക്കാവില്ല. ക്രിസ്തുവർഷം 203 വടക്കേ ആഫ്രിക്കൻ നഗരമായ കാർത്തേജിൽ റോമൻ ഭരണത്തിന് കീഴിലുള്ള എല്ലാ പൗരന്മാരും നികുതി അടയ്ക്കുകയും നിയമങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നതുപോലെ റോമൻ ആചാരപ്രകാരമുള്ള ബഹുജാതീയ ദൈവങ്ങളെ ബഹുമാനിക്കണമെന്ന് കൽപ്പിച്ചു. ആളുകൾ അനുസരിച്ചു. എന്നാൽ ക്രിസ്ത്യാനികൾക്ക് അവർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതിനാൽ ഏകസത്യ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവസങ്കല്പത്തെയും ബഹുമാനിക്കാൻ കഴിയില്ലെന്ന് റോമാക്കാർക്ക് മനസ്സിലായില്ല. ഭൂരിപക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ദിശയിലേക്ക് നയിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ആളുകൾ നടത്തുമ്പോഴെല്ലാം അധികാരികൾക്ക് അത് തെറ്റിദ്ധാരണയ്ക്കും ഭയത്തിനും കാരണമാകും. ക്രിസ്ത്യാനികൾ റോമൻ ദൈവങ്ങളെ ആരാധിക്കാൻ വിസമ്മതിച്ചതിനാൽ അവർ റോമൻ സമൂഹത്തിലെ രാജ്യദ്രോഹികളാണെന്ന് റോമാക്കാർക്ക് തോന്നി. ഇക്കാരണത്താൽ ക്രിസ്ത്യാനിയാകുന്നത് നിയമവിരുദ്ധമാണെന്ന് റോമൻ ചക്രവർത്തി വിധിച്ചു. നിയമം ഇങ്ങനെയൊക്കെയാണെങ്കിലും ദൈവവചനം കേട്ട് ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്ന അനേകം നല്ല മനുഷ്യർ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ ചേരാൻ മടി കാണിച്ചില്ല. ദൈവം തങ്ങളെയെല്ലാം സംരക്ഷിക്കുമെന്ന് അവർ അറിഞ്ഞു. ഇന്നേക്ക് 1800 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുമതം അപ്പോഴും നിയമവിരുദ്ധമായിരുന്നപ്പോൾ രഹസ്യമായി ക്രിസ്ത്യാനിയായി മാറിയ അമ്മയോടും വിജാതീയനായിരുന്ന പിതാവിനോടുമൊപ്പം താമസിക്കവേ പെർപെറ്റുവ അമ്മയിൽ നിന്നും യേശുവിനെക്കുറിച്ചറിഞ്ഞു. ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ അവളുടെ ഭർത്താവിനെ മതവിരോധികൾ ഇതിനകം കൊന്നു. ഒരാൺകുട്ടിയുടെ മാതാവായ അവൾക്ക് 22 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെർപെറ്റുവ സ്നാനമേറ്റ് വിശ്വാസം സ്വീകരിച്ച ശേഷം അവൾ തൻ്റെ സഹോദരൻ സാത്തൂറിസിനെയും അവളുടെ വേലക്കാരി ഫെലിസിറ്റിയെയും വേലക്കാരിയുടെ ഭർത്താവിനെയും യേശുവിനെക്കുറിച്ച് പഠിക്കാനും ദൈവത്തിൻ്റെ അത്ഭുതകരമായ സ്നേഹം കണ്ടെത്തുവാനും ക്ഷണിച്ചു. അവർ അവളോടൊപ്പം ക്രിസ്ത്യാനികളുടെ രഹസ്യയോഗത്തിൽ പോയപ്പോൾ റോമൻ പടയാളികൾ വന്ന് അവരെ എല്ലാവരെയും പിടികൂടി. അവരെല്ലാവരും യേശുവിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകനോടൊപ്പം ഇരുണ്ടതും തിങ്ങി നിറഞ്ഞതും ചൂടുള്ളതുമായ ഒരു തടവറയിലേക്ക് എറിയപ്പെട്ടു. അധ്യാപകൻ ജയിലിൽ വെച്ച് മരണമടയുന്ന തരത്തിൽ വളരെ ഭയാനകമായിരുന്നു സാഹചര്യങ്ങൾ. പെർപെറ്റുവയ്ക്ക് തൻ്റെ കുഞ്ഞിനെ ജയിലിൽ സൂക്ഷിക്കാൻ അനുവാദമുണ്ടായിരുന്നു. പക്ഷേ അവളുടെ പിതാവ് വളരെ വിഷമിക്കുകയും അസ്വസ്ഥനാകുകയും ചെയ്തതിനാൽ അപേക്ഷിച്ചും തല്ലിച്ചതച്ചും അവളുടെ മനസ്സ് മാറ്റാനും റോമൻ ദൈവങ്ങളെ ആരാധിക്കുവാനും പെർപെറ്റുവയെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ അവളുടെ കാലിൽ പിടിച്ച് കേണപേക്ഷിച്ചു. എന്നിട്ട് മനസ്സ് മാറാത്ത അവളുടെ മുന്നിൽ അയാൾ അവളുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വേഗം നടന്നകന്നു. പെർപെറ്റുവ തൻ്റെ കുഞ്ഞിൽ നിന്ന് വേർപിരിഞ്ഞതിനാൽ വളരെയധികം വേദനിച്ചു. പക്ഷേ അമ്മയും അപ്പനും തൻ്റെ കുട്ടിയെ പരിപാലിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. സെപ്റ്റിമിയസ് ചക്രവർത്തിയുടെ പീഡനത്തിൻ്റെയും മരണത്തിൻ്റെയും ഭീഷണികൾ ഉണ്ടായിരുന്നിട്ടും പെർപെറ്റുവയും അടിമസ്ത്രീ ഫെലിസിറ്റിയും കൂടാതെ 3 കൂട്ടാളികളായ റോവോകാറ്റസ്, സെക്കുണ്ടലസ്, സറ്റേണിനസ് എന്നിവരും തങ്ങളുടെ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിക്കാൻ വിസമ്മതിച്ചു. ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടൊരു ജീവിതം വേണ്ടെന്ന് പറയുന്നവരെ ആംഫി തിയേറ്ററിലെ മനുഷ്യമൃഗ പോരാട്ട വിനോദത്തിനായി അയച്ചു. 8 മാസം ഗർഭിണിയായ ഫെലിസിറ്റി തൻ്റെ വിശ്വാസത്തെ പ്രതി അറസ്റ്റ് ചെയ്യപ്പെടുകയും മരിക്കാൻ വിധിക്കപ്പെടുകയും ചെയ്തതിനെ അവൾ ധൈര്യത്തോടെ നേരിട്ടു. വിശക്കുന്ന വന്യമൃഗങ്ങളെ നേരിടാൻ കൊണ്ടുപോകുന്നതിന് 2 ദിവസം മുമ്പ് ഏറെ ശാരീരിക ബുദ്ധിമുട്ടുകളോടെ ജയിലിനുള്ളിൽ ഫെലിസിറ്റി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞിനെ അറസ്റ്റ് ചെയ്യപ്പെടാത്ത ഒരു ക്രിസ്ത്യാനി സ്ത്രീ ദത്തെടുത്തു. മാർച്ച് 7 ചക്രവർത്തിയുടെ ജന്മദിനമായതിനാൽ ആയിരക്കണക്കിന് ആളുകൾക്കൊരുക്കിയ വലിയ വിരുന്നിൽ വിനോദത്തിൻ്റെ ഭാഗമായി പെർപെറ്റുവയെയും ഫെലിസിറ്റിയെയും പട്ടിണി കിടക്കുന്ന വന്യമൃഗങ്ങൾക്കൊപ്പം രംഗത്തിറക്കി. മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ ധീരരായിരിക്കുവാൻ പെർപെറ്റുവയും അടിമ സ്ത്രീ ഫെലിസിറ്റിയും പരസ്പരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർ ഒരുമിച്ച്
ആംഫി തിയേറ്ററിൻ്റെ അരങ്ങിലെത്തി യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു. മറ്റുള്ളവരെ മൃഗങ്ങൾ കൊന്നു. വെകിളി പിടിച്ച ഒരു പശു പെർപ്പറ്റുവയെ കുത്തിമറിച്ചിട്ട് അവളുടെ ദേഹത്ത് കയറി നിന്നു. പെർപ്പറ്റുവയെയും ഫെലിസിറ്റിയെയും വന്യമൃഗങ്ങൾ കടിച്ചെങ്കിലും മാരകമായ ഉപദ്രവമുണ്ടാക്കാതെ അവ അകന്നു നിന്നതിൽ കുപിതരായ അധികാരികൾ കൽപ്പിച്ചതനുസരിച്ച് അവരെ ശിരച്ഛേദം ചെയ്തു. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്യുക എന്നതായിരുന്നു പെർപ്പറ്റുവയുടെ അവസാന വാക്കുകൾ. വചനം പ്രഭാഷകൻ 41 അധ്യായം 7 വാക്യം. ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും. അവൻ നിമിത്തമാണ് അവർ നിന്ന അനുഭവിക്കുന്നത്. വിചിന്തനം. അമ്മമാർക്ക് ഇതിലും ഹൃദയഭേദകമായൊരു കഥയുണ്ടോ കേൾക്കുവാൻ? ഈ സ്ത്രീകൾക്ക് എന്തൊരു വിശ്വാസമായിരുന്നു അല്ലേ? ഈ ആധുനിക കാലത്തും വിശ്വാസത്തിൻ്റെ പേരിൽ രക്തസാക്ഷിത്വം വരിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്. എന്തു വന്നാലും അവർ തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും പരസ്പരം പ്രോത്സാഹിപ്പിക്കുവാനും പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വ്യക്തിപരമായി അറിയാവുന്ന വ്യത്യസ്ത തരത്തിലുള്ള പരീക്ഷണങ്ങൾ നേരിടുന്ന പെർപ്പറ്റുവയുടേതുപോലെ പ്രോത്സാഹനം കേൾക്കേണ്ട ആളുകളെ മറക്കരുത്. ആ വ്യക്തിക്ക് അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ സഹായിക്കുന്നതിന് നിങ്ങൾ വരച്ച ഒരു ചിത്രമോ കത്തോ ഇമെയിലോ അയയ്ക്കുക. വാട്സാപ്പിലൂടെ പങ്കുവയ്ക്കുന്ന വചനമോ വിശ്വാസത്തെ ജ്വലിപ്പിക്കുന്ന പാട്ടുകളോ കഥകളോ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന വിശുദ്ധരുടെ ഈ ജീവചരിത്രമോ പങ്കുവയ്ക്കുമ്പോൾ സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമായി മാറുകയാണ്.